അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയ വിദ്യാർത്ഥികളെ, താരീഖുൽ അഇമ്മയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. താരീഖുൽ അഇമ്മയിൽ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഫിഈ എന്നാണ് നമ്മൾ ഇമാമിനെ പറയുന്നത് എങ്കിലും ഇമാം അവറുകളുടെ പേര് മുഹമ്മദാണെന്നും അവരുടെ ഉപനാമം അബൂ അബ്ദില്ല എന്നാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഷാഫിഈ ഇമാമിൻ്റെ സ്വഹാബിയായ പിതാമഹൻ ഷാഫി എന്നവരിലേക്ക് ചേർത്തിയിട്ടാണ് ഇമാം അവറുകളെ ഷാഫിഈ എന്ന് വിളിക്കപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇമാം അവറുകളുടെ ജീവിതചര്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ മുൻപ് ഇമാം അവറുകൾ ജനിച്ചത് ഹിജ്റ 150 ഹിജ്റ 150 മഹാനവറുകൾ ജനിക്കുകയും 7ാമത്തെ വയസ്സിൽ ഖുർആനും 10ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്തയും ഹൃദയസ്ഥമാക്കുകയും മക്കയിലെ മുഫ്തിയായിരുന്ന മുസ്ലിം ഇബ്നു ഖാലിദുൻ സഞ്ചി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഫിഖ്ഹ് പഠിക്കുകയും ചെയ്തു. 15ാം വയസ്സിൽ തന്നെ ഇമാം അവറുകൾക്ക് ഫത്വ നൽകാനുള്ള സമ്മതം അവരുടെ ഉസ്താദുമാർ നൽകുകയും ചെയ്തു. ബഗ്ദാദിൽ വെച്ചുകൊണ്ടാണ് ഇമാം അവറുകളുടെ ഖദീമായ കൗലുകൾ ക്രോഡീകരിക്കപ്പെടുന്നതും മിസ്റിൽ അതായത് ഈജിപ്തിൽ വെച്ചുകൊണ്ടാണ് ജദീദായ കൗലുകൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നും നമ്മൾ പറഞ്ഞു. ഇനി ഇമാം അവറുകളുടെ ജീവിതചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാക്കി പാഠങ്ങളിലായി നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും പുസ്തകമല്ലേ? ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഇമാം അവറുകൾക്ക് ഖുർആനുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നാ. നമുക്കൊക്കെ ഖുർആനുമായി ബന്ധമല്ലേ? എല്ലാവരും ഖുർആൻ ഓതുന്നവരല്ലേ? എല്ലാവരും ഖുർആൻ ഓതണം. നമ്മളൊക്കെ എപ്പോഴാണ് ഖുർആൻ ഓതാറുള്ളത്? സുബ്ഹി നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതും. അതുപോലെ മഗ്രിബിന് ശേഷവും ഖുർആൻ ഓതുന്നവരുണ്ട് അല്ലേ? പാഠം ഓതി പഠിക്കും. അതുപോലെ ബാക്കിയുള്ള പാഠങ്ങളൊക്കെ നമ്മൾ ഓതി നോക്കും. ഇങ്ങനെ മാത്രമാണോ നമ്മൾ ഖുർആൻ ഓതാറുള്ളത്? അല്ല. പിന്നെ റമളാനിൽ നമ്മൾ എപ്പോഴും ഖുർആൻ ഓതുല്ലേ? ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഖുർആൻ ഓതുന്നവരല്ലേ നമ്മൾ? ആണ്. ഈ കഴിഞ്ഞ റമളാനിൽ ഒരു ഖത്തം തീർത്തവരെന്ന് കൈവന്തിക്കൂ. ഒരു ഖത്തം തീർത്തവർ നിങ്ങളൊക്കെ തീർത്തോ? 2 ഖത്തം തീർത്തവരുണ്ടോ? 3 ഖത്തം തീർത്തവരോ? എന്താ ഖത്തം എന്ന് പറഞ്ഞാൽ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കുന്നതിനാണ് ഖത്തം ചെയ്യുക എന്ന് പറയല്ലേ? ഖുർആൻ മുഴുവൻ ഖത്തം ചെയ്യുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരു ഖത്തം ഓതാറുണ്ടായിരുന്നു. ഒരു ഖത്തം ഓതി തീർക്കും. ഖുർആൻ മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കും. റമളാനിലോ? റമളാൻ മാസം വന്നാൽ എല്ലാ ദിവസവും 2 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു. ഓരോ ദിവസവും 2 ഖത്തം. ഇങ്ങനെയായിരുന്നു ഖുർആനുമായി ഇമാം അവറുകൾക്കുണ്ടായിരുന്ന ബന്ധം. ഇനി നമുക്ക് ഇമാം അവറുകളുടെ ജീവിതത്തിൻ്റെ പല പല ഭാഗങ്ങൾ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഖുർആനുമായുള്ള ഇമാം അവറുകളുടെ ബന്ധം നമ്മൾ പുസ്തകത്തിൽ നോക്കാം. ദിവസത്തിൽ 1 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു. റമളാനിൽ ദിവസത്തിൽ 2 പ്രാവശ്യവും. അപ്പോൾ റമളാനിൽ 2 പ്രാവശ്യവും റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഓരോ പ്രാവശ്യവും ഇമാം അവറുകൾ ഖത്തം തീർക്കാറുണ്ടായിരുന്നു. ഈ ഖത്തം തീർക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഇത് നമസ്കാരത്തിൽ സുദീർഘമായി ഓതുന്നതിന് പുറമെയാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതൽ സുന്നത്തുണ്ടല്ലോ അല്ലേ? ആ ഓതുന്നതിൻ്റെ പുറമെയാണ്. നിസ്കാരത്തിൽ തന്നെ സുദീർഘമായി ഇമാം അവറുകൾ ഖുർആൻ ഓതും. അതിന് പുറമെയാണ് റമളാനിൽ 2 പ്രാവശ്യവും റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ഇമാം അവറുകൾ ഖുർആൻ ഖത്തം തീർക്കാറുണ്ടായിരുന്നു. ഇതായിരുന്നു ഇമാം അവറുകൾക്ക് ഖുർആനുമായുള്ള ബന്ധം. അപ്പോൾ നമ്മളും ഇതുപോലെ ഖുർആനുമായി നല്ല ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതിന് കഴിയുന്ന സമയത്തൊക്കെ നമ്മളും ഖുർആൻ ഓതണം. ഇനി ഇമാം അവറുകളുടെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയായിരുന്നു ഇമാം അവറുകൾ ഭക്ഷണം കഴിച്ചിരുന്നത്? എന്തായിരുന്നു ഇമാം അവറുകളുടെ ഭക്ഷണ രീതി? ഇമാം അവറുകൾ തന്നെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, 16 വർഷമായി ഞാൻ വയറ് നിറച്ചിട്ട്. അതെന്താ 16 വർഷമായി ഞാൻ ഇതുവരെ വയറ് നിറച്ചിട്ടില്ല? അതെന്താ വയറ് നിറക്കാത്തത്?
ഇമാം അവറുകൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടാറില്ലേ? കിട്ടാറില്ലാത്തത് കൊണ്ടല്ല, അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നം വരാതിരിക്കാൻ ഞാൻ 16 വർഷമായി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല എന്ന് ഇമാം അവറുകൾ പറയാറുണ്ടായിരുന്നു. നമ്മളത് നോക്കുക. 16 വർഷമായി ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്താ അതിന് കാരണം? കാരണം അത് ശരീരത്തിന് ഭാരമുണ്ടാക്കും. ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിനൊക്കെ ഒരു ശരീരം ഭാരമായി തോന്നും. അതുപോലെ ഹൃദയത്തെ കടുപ്പിക്കും. ഹൃദയം കടുത്തുപോകും. ഹൃദയം കടുത്താൽ എന്താ പ്രശ്നം? നന്മകളൊന്നും സ്വീകരിക്കാൻ കഴിയൂല. ഒരു മടുപ്പ്, എല്ലാത്തിനോടും മടുപ്പ് തോന്നും. അങ്ങനെ ഹൃദയം കടുത്തുപോകും. പിന്നെന്താ പ്രശ്നം? ബുദ്ധിശക്തിയെ ക്ഷീണിപ്പിക്കും. നല്ല കൂർമ്മമായ ബുദ്ധി നഷ്ടപ്പെടും. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും പെട്ടെന്ന് പഠിക്കാനുള്ള ആ ബുദ്ധിയുടെ കൂർമ്മത നഷ്ടപ്പെടും. ബുദ്ധി ക്ഷീണിച്ചു പോകും. ബുദ്ധി ക്ഷീണിച്ചാൽ പിന്നെ അതിനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയോ? ഇല്ലല്ലോ. അപ്പൊ ബുദ്ധിക്ക് ക്ഷീണം വരും. നിദ്രയെ വലിച്ചു കൊണ്ടുവരും. ഉറക്കം വരും. നല്ലോണം ബിരിയാണിയൊക്കെ കഴിച്ചിട്ടേ, ബിരിയാണിയൊക്കെ തിന്ന് ക്ലാസ് കേൾക്കാൻ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാകും? പെട്ടെന്ന് ഉറക്കം വരും അല്ലേ? തൂങ്ങി അങ്ങനെ ഉറങ്ങും. കണ്ണിങ്ങനെ അറിയാതെ ചിമ്മിപ്പോകും. അങ്ങനെ ഉണ്ടാവാറില്ലേ? അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നിദ്രയെ വലിച്ചു കൊണ്ടുവരും, ഉറക്കം വരും. അതുപോലെ ഇബാദത്തിനെ ക്ഷീണിപ്പിക്കും. ഇബാദത്തൊക്കെ ചെയ്യുമ്പോൾ വേണ്ട, അത് മതി. പ്രത്യേകിച്ച് തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ നമുക്കറിയാലോ അല്ലേ? നല്ലോണം നോമ്പൊക്കെ നോറ്റ് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് തറാവി നിസ്കരിക്കാൻ നിന്നാൽ അങ്ങനെ ഉണ്ടാകും? 2 റക്അത്തൊക്കെ നിസ്കരിച്ചുമ്പോഴത്തേന് ഇനി മതി, ഇനി വേണോ, ഇതൊക്കെ പോരെ, ഇങ്ങനെ തോന്നുമല്ലേ? അപ്പോൾ ഇബാദത്തിനെ ക്ഷീണിപ്പിക്കും എന്നിങ്ങനെ മഹാനർ പറയാറുണ്ടായിരുന്നു. അപ്പം ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇബാദത്തിനത് തടസ്സമാണ്, പഠനത്തിന് മുടക്കുന്നതാണ്, ബുദ്ധിയെ ക്ഷീണിപ്പിക്കുന്നതാണ്, ഹൃദയത്തെ കടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് 16 വർഷമായി ഞാൻ വയറ് നിറച്ചിട്ടില്ല എന്ന് ഇമാം അവറുകൾ പറയാറുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇമാം അവറുകളുടെ ജീവിത രീതി. ഇനി നിങ്ങളൊക്കെ സത്യം ചെയ്യാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് നമ്മളെ കൂട്ടുകാർ വിശ്വസിക്കാതെ വരുമ്പോൾ വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്തുകണ്, അള്ളയാണേ ഞാനത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടോ? ചിലപ്പോൾ നുണക്ക് വേണ്ടിയിട്ടും പറയും, ചിലപ്പോൾ സത്യം തന്നെ ആയിരിക്കും, അങ്ങനെയും പറയും അല്ലേ? എന്നാൽ നമ്മളെ ഇമാം അവറുകൾക്ക് അതിലും ഒരു മാതൃകയുണ്ട്. എന്തായിരുന്നു അത്? നേരായിട്ടും നുണയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ പിടിച്ചു സത്യം ചെയ്തിട്ടില്ല. നുണയാണെങ്കിലും സത്യം ചെയ്യൂല, അത് സത്യമാണെങ്കിലും അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യൂല. സത്യസന്ധമായ കാര്യമാണ്, അതും അള്ളാഹിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്തിട്ടില്ല. നുണ പിന്നെ തീരെയും പറയണ്ടല്ലോ. ഇമാം അവറുകൾ നുണക്ക് വേണ്ടി സത്യം ചെയ്യുന്ന നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നേരായിട്ടും നുണയായിട്ടും അള്ളാഹുവിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്തിട്ടില്ല. അപ്പൊ സത്യമെന്നത് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ ഗൗരവകരമായ കാര്യമാണ്. അത് നമുക്ക് തോന്നുമ്പോഴൊക്കെ ചെയ്യാനുള്ളതാ? ആരെങ്കിലും എന്തെങ്കിലും എതിർക്കുമ്പോഴേക്ക് വല്ലാഹി വല്ലാഹി ഇങ്ങനെ പറയാനുള്ളതാണോ? അല്ല. അപ്പൊ അങ്ങനെ സത്യം ചെയ്യാൻ നമ്മളും പാടില്ല. സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇമാം അവറുകളുടെ ജീവിത വിശുദ്ധി ഇങ്ങനെയായിരുന്നു. ഇനി ഇമാം അവറുകളെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളൊക്കെ ഉറങ്ങാറില്ലേ? എപ്പോഴാ ഉറങ്ങല്? 9 മണി 10 മണിയൊക്കെ ആവൂലേ? എന്നാ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു രാത്രിയെ 3 ഭാഗങ്ങളായി ഭാഗിക്കും. രാത്രിയെ 3 ഭാഗമാക്കും. അതെങ്ങനെ രാത്രിയെ 3 ഭാഗമാക്കുക? എപ്പോഴാണ് രാത്രി തുടങ്ങല്? രാത്രി എപ്പോഴാണ് തുടങ്ങുക? സൂര്യൻ അസ്തമിച്ചാൽ രാത്രി തുടങ്ങും അല്ലേ? അപ്പൊ ഈ രാത്രിയെ സുബിഹി വരെയുള്ള ആ സമയമെടുത്ത് 3 ഭാഗമായി ഭാഗിക്കും. 3 ഭാഗമാക്കിയിട്ട് അതിലെ 1-ാമത്തെ ഭാഗം ഇൽമിനായിട്ട് ഇമാം അവറുകൾ ചെലവഴിക്കും. ആ സമയത്ത് ഇൽമ പഠനം, ഇൽമ പഠിപ്പിക്കൽ, പുതിയ കാര്യങ്ങൾ കണ്ടെത്തൽ, ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇമാം അവറുകൾ ചെലവഴിക്കും. 2-ാമത്തെ ഭാഗമോ 3 ഭാഗമാക്കുന്നതിൽ 2-ാമത്തെ ഭാഗത്തിൽ ഇമാം അവറുകൾ നിസ്കാരത്തിലായിരിക്കും. നിസ്കാരത്തിന് വേണ്ടി സമയം ചെലവഴിക്കും. ആ സമയം മുഴുവൻ നിസ്കാരത്തിലാണ്. ഇനി എത്ര ബാക്കിയുള്ളത്? 1 ഭാഗം. രാത്രിയിൽ ഇനി ബാക്കിയുള്ളത് എത്ര? 1 ഭാഗം. ആ 1 ഭാഗത്ത് മാത്രമായിരുന്നു ഇമാം അവറുകൾ ഉറങ്ങിയിരുന്നത്. ബാക്കിയുള്ള സമയം 1-ാമത്തെ ഭാഗം ഇൽമിന് വേണ്ടിയും
രണ്ടാമത്തെ ഭാഗം നമസ്കരിക്കാൻ വേണ്ടിയും മൂന്നാമത്തെ ഭാഗം ഉറക്കിനും വേണ്ടിയായിരുന്നു ഇമാം അവറുകൾ ചെലവഴിച്ചിരുന്നത്. നമ്മൾ കിതാബിൽ വായിക്കാം, രാത്രിയെ 3ആയി ഭാഗിച്ചുകൊണ്ട് ഒരു ഭാഗം ഇൽമിനും ഒരു ഭാഗം നമസ്കാരത്തിനും ഒരു ഭാഗം ഉറക്കിനുമാണ് ഇമാം അവറുകൾ വിനിയോഗിച്ചിരുന്നത്. ഇനി ഇമാം അവറുകളുടെ സംസാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇമാം അവറുകൾ ധാരാളമായി സംസാരിക്കുന്ന ആളാണോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിനൊക്കെ മറുപടി പറയുന്ന, ആലോചിക്കാതെ മറുപടി പറയുന്ന ഒരാളാണോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു? ഒരിക്കലുമല്ല. ഒരിക്കൽ ഇമാം അവറുകളോട് ഒരാൾ ചോദിച്ചു. പുസ്തകത്തിലൂടെ നമുക്ക് പോകാം. ഒരിക്കൽ ഒരു കാര്യം അവിടുത്തോട് ചോദിക്കപ്പെട്ടു. ഇമാം അവറുകളോട് എന്തോ ഒരു കാര്യം ചോദിക്കപ്പെട്ടു. അവിടുന്ന് മൗനം പാലിച്ചു, ഒന്നും മിണ്ടുന്നില്ല. ഒരാളൊരു കാര്യം ചോദിച്ചു, ഇമാം അവറുകൾ മൗനം പാലിക്കുക, ഒന്നും മിണ്ടുന്നില്ല. അപ്പോ ചോദിച്ച ആള് ഇമാം അവറുകളോട് ചോദിച്ചു, എന്താണ് ഒന്നും പറയാത്തത്? നിങ്ങളെന്താ ഒന്നും പറയാത്തത്? ഞാനൊരു ചോദ്യം ചോദിച്ചില്ലേ, എന്താ ഒന്നും പറയാത്തത്? അപ്പോ ഇമാം അവറുകൾ അതിന് മറുപടി പറഞ്ഞത് എന്താ? ഞാൻ മിണ്ടുന്നതിലാണോ മൗനം പാലിക്കുന്നതിലാണോ ഗുണം എന്നാലോചിക്കുകയായിരുന്നു. ഇമാം അവറുകൾ പ്രതിവചിച്ചു, ഞാൻ നിന്നോട് മറുപടി പറയാൻ വേണ്ടി മിണ്ടുന്നതിലാണോ അതോ ഒന്നും പറയാതെ മൗനം പാലിക്കുന്നതിലാണോ ഗുണമുള്ളത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ചാടിക്കയറിയിട്ട് അതിന് മറുപടി പറയാ, അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? അങ്ങനെ ആയിരുന്നില്ല ഇമാം അവറുകൾ. ഞാനിത് പറയുന്നതിലാണോ ഗുണമുള്ളത് അതോ ഇവിടെ മൗനം പാലിക്കുന്നതിലാണോ ഗുണമുള്ളത്? അപ്പൊ ഗുണമുള്ളത് മാത്രമേ അവർ പറയാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഗുണമുണ്ടോ ഇല്ലേ എന്ന് ആലോചന നടത്തിയ ശേഷം മാത്രമേ ഇമാം അവറുകൾ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് ഈ ഒരു ചെറിയ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതായിരുന്നു ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇമാം അവറുകൾ പുലർത്തിയിരുന്ന മര്യാദ. ലോകം മുഴുവൻ അറിയുന്ന വലിയ പണ്ഡിതനായി തീർന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറുപ്പത്തിലെ അവസ്ഥ എന്തായിരുന്നു? അതൊന്ന് നമുക്ക് നോക്കാം. വളരെ ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ വളരെ ദാരിദ്ര്യമാണ്, വളരെ പട്ടിണിയായിരുന്നു, വലിയ ധനികനൊന്നുമായിരുന്നില്ല. ചെറുപ്പത്തിൽ ഹദീസോ മസ്അലകളോ എഴുതിയെടുക്കാൻ കടലാസ് പോലും വാങ്ങാൻ കഴിയാതെ വളരെയധികം വിഷമിച്ചിരുന്നു. പഠിക്കാൻ പോകുമ്പോൾ ഹദീസുകൾ എഴുതാൻ ഇമാം അവറുകൾക്ക് ഒരു കടലാസ് വാങ്ങാൻ പോലുമുള്ള കഴിവില്ലായിരുന്നു. എന്നിട്ട് എന്താ പിന്നെ ചെയ്തിരുന്നത്? വീതിയുള്ള എല്ലുകൾ പെറുക്കിയെടുത്ത് അതിൽ എഴുതിയെടുക്കുമായിരുന്നു. ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ തുടക്കം. അപ്പോൾ ഈ രീതിയിൽ വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇമാം അവറുകൾ വളർന്നു വന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പാഠം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇമാം അവറുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല ഇമാം അവറുകളെ കൊണ്ട് ഇരു ലോകത്തും നമുക്ക് വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.